ഈ ഓണകാലമായിട്ട് ആരോട് ചോദിച്ചാലും ഒരുത്തൻ്റെയിലും പൈസ ഇല്ല. നേരാ. ഓണം എന്തോ ആയെന്ന് ഓരോരുത്തരോടൊക്കെ ചോദിച്ചാൽ എന്തോ ഓണം ഇപ്രാവശ്യം ഓണം ഇല്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. പക്ഷെ ടൗണിലുള്ള കടകളിലോട്ടൊക്കെ ചെല്ലണം, എന്തോ തിരക്കാ. എന്താണ് ഈ പ്രാവശ്യം ഓണവും നബിദിനും കൂടെ ഒരുമിച്ച അതിന്റെ തിരക്കാ. കാണം വിറ്റ് ഓണം ഉണ്ണണോന്നാ പഴമക്കാര് പറയുന്നത്. ഇനി പഴമക്കാർക്ക് ഒരു പണിയില്ലാതെ അവിടെ നിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ബാക്കിയുള്ളവനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ഇത്തവണ ഇങ്ങനെ പോയി, അടുത്തോണം നമ്മൾ തകർക്കും. നിക്കണേ, അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ. പറഞ്ഞേ പറ. അടുത്തോണം നമ്മൾ തകർക്കും. ഇനി ഈ 3 വോയിസ് ഒന്ന് കേട്ടെ. കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള ഓണത്തിന് നിങ്ങൾ പറഞ്ഞ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക്. അടുത്ത വർഷം ഓണം നമ്മൾ തകർക്കും. അടുത്ത വർഷം ഓണം നമ്മൾ ആഘോഷിച്ചിരിക്കും. അടുത്ത വർഷം ഓണം ഇങ്ങോട്ട് വന്നോട്ട് നമ്മൾ പൊടി പൊടിക്കത്തില്ലേ. ആ 3 വോയിസിന് ടോൺ നീ നോക്ക്. ടോൺ വ്യത്യാസമുണ്ട്. വേണ്ട, പിള്ളേരുടെ ടോൺ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ അമ്മയില്ലാത്ത ആദ്യത്തെ ഓണമാണ്. അതെ, ഈ പ്രായമാകുമ്പോൾ നമ്മളെല്ലാവരും മരിക്കും. മാതാപിതാക്കൾ മരിക്കും വരെ അവരുടെ മക്കൾ കൂടെ കാണുമെന്ന് അത് അവരുടെ ആഗ്രഹം. നമ്മൾ മരിക്കും വരെ നമ്മുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അവരെപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കും. ഇത്തവണ ആർക്കും ഒന്നും കൊടുക്കാനില്ല. ആര് പറഞ്ഞു കൊടുക്കാനില്ലെന്ന്? കൊടുക്കാനുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ ഇരിക്കുമല്ലേ. എന്നാ കൊടുത്താലോ? കൊടുത്തേക്കാം. ആ ക്യാമറ ട്രൈപ്പോടെ വെച്ചിട്ടിങ് വാ. ചേച്ചി എന്നാ കൊടുത്തേക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണനബിദിന ആശംസകൾ. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്.